ഹലോ, നിങ്ങളുടെ ബൈക്ക് ഏതുമാകട്ടെ അതിൻ്റെ ഗിയർ ലിവറിനടുത്തുള്ള ഓയിൽ ലീക്കിംഗ് പ്രശ്നം സ്വന്തമായി സോൾവ് ചെയ്യാൻ താല്പര്യമുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ ബൈക്കുകൾക്കും കോമണായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. ഗിയർ ഷാഫ്റ്റിലെ ഓയിൽ സീൽ ഡാമേജ് ആവുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഗിയർ ലിവർ ഊരുന്നതിന് മുൻപായി അതിൻ്റെ ഇപ്പോഴുള്ള പൊസിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഗിയർ ലിവർ ഊരാനായി ഈ കാണുന്ന 8 മില്ലിമീറ്റർ ബോൾട്ട് നമുക്കൊരു ടീ സ്പാനർ ഉപയോഗിച്ച് ഊരിയെടുക്കണം. ഓയിൽ ലീക്കിംഗ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ബോൾട്ടിലാകെ ഓയിൽ പുരണ്ട അവസ്ഥയിലാണ് ഇവിടെ. ബോൾട്ട് ഊരി മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഗിയർ ലിവർ വലിച്ചൂരിയെടുക്കാവുന്നതാണ്. വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ച് നമുക്ക് ഈ ഭാഗം നന്നായി തുടച്ച് വൃത്തിയാക്കാം. അഗ്രഭാഗം നന്നായി വണ്ണം കുറഞ്ഞൊരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഓയിൽ സീൽ ഇതുപോലെ നമുക്ക് കുത്തിയിളക്കി വലിച്ചൂരിയെടുക്കാവുന്നതാണ്. ഇതാണ് ഗിയർ ഷാഫ്റ്റ് ഓയിൽ സീൽ. ഇതിൻ്റെ ഡാമേജ് മൂലമാണ് ഇതിലൂടെ എഞ്ചിന് ഓയിൽ ലീക്കിംഗ് ഉണ്ടായത്. 20 രൂപയാണ് പുതിയ ഗിയർ ഷാഫ്റ്റ് ഓയിൽ സീലിന് വില വരുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം ഫ്ലാറ്റും ഓപ്പോസിറ്റ് ഭാഗം കുഴിയുള്ളതുപോലുള്ളതുമാണ്. കുഴിയുള്ള ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിലാണ് നമുക്ക് ഓയിൽ സീൽ ഇടേണ്ടത്, അതായത് ഫ്ലാറ്റായിട്ടുള്ള ഭാഗം പുറത്തു വരുന്ന രീതിയിൽ. ഗിയർ ഷാഫ്റ്റിലൂടെ ഓയിൽ സീൽ ഇതുപോലെ കടത്തിയതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരല്പം ബലം കൊടുത്തുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ സീൽ നന്നായി അവിടെ സീറ്റിംഗ് ആവുന്നതാണ്. ആദ്യം നോട്ട് ചെയ്ത പൊസിഷനിൽ ഗിയർ ലിവർ തിരികെ വെച്ച് 8 മില്ലിമീറ്റർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പുതിയ വീഡിയോകളുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്